വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. റമദാൻ കരീം. ഇന്ന് നമ്മളൊരു ഇഫ്താർ സ്പെഷ്യൽ ഷവർമ കേക്ക് എന്ന് പറയാം, ഷവർമ പോള എന്ന് പറയാം ഒക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ആ ഉള്ളിലൊക്കെ ശരിക്കും ഷവർമേൻ്റെ ഉള്ളിലുള്ള ആ ഒരു മിക്സ് ഇല്ലേ, അതുപോലെ തന്നെയാണ് ഈ കേക്കിൻ്റെ ഉള്ളിലുള്ള മിക്സ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഷവർമ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 250 ചിക്കന് എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് അറബിക് സ്പൈസ് മസാല അല്ലേ, അറബിക് മസാല, അതും കുറച്ച് ഉപ്പും ഇത്രയും തേച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താട്ടോ. കുറച്ച് ഒലീവ് ഓയിൽ. ഈ ചിക്കൻ നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് കാബേജ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 കപ്പ് കുക്കുംബർ, സാലഡ് കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ക്യാരറ്റൊക്കെ ചേർക്കും, ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ. ഇത് ഒരു പിടി, ഒരു 1/2 കപ്പ് ലെറ്റ്യൂസ് ഇല്ലേ, കസൻ, അതാട്ടോ. ഇനി നമുക്ക് ഞാൻ ലെറ്റ്യൂസും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനും വെജിറ്റബിൾസും ഉപ്പും കുരുമുളകും ഒക്കെ നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഷവർമൻ്റെ സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് തഹീന കേട്ടോ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ തഹീനയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മയണൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മയണൈസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ തൈരും, പുളി അധികം ഇല്ലാത്ത തൈരാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ സോസ് കേട്ടോ, ഷവർമ സോസ് ഇവിടെ റെഡി ആട്ടോ. ഇതിനി നമ്മൾ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തഹീനില്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. മയണൈസും തൈരും മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളെ ഫില്ലിങ് കേക്കിൻ്റെ. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഇനി കോട്ട് ഈ ബാറ്റർ ചെയ്തിട്ട് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ മിക്സ് കണ്ടോ, ശരിക്കും നമ്മൾ ഷവർമൻ്റെ ആ ഒരു മിക്സ് പോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 3 വെളുത്തുള്ളിൻ്റെ അല്ലിയും മുറിച്ചത് ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ചുള്ള ഉപ്പും ചേർക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം, എന്നിട്ട് ബാക്കി ചേർക്കാം. നമുക്ക് ഈ ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദാണ്, 1/2 കപ്പ് മൈദ, അതേപോലെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, അതേപോലെ 1/2 കപ്പ് പാല്, നോർമൽ പാല്. ഇത് 3ഉം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതേ മിക്സിയിൽ തന്നെ ഈ ഒരു ഇതിൽ വേണം. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ, ഒട്ടി പിടിക്കാതിരിക്കാൻ അടിയിലൊരു ചെറിയ മൂടിയോ പഴയ ഫ്രൈ പാൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കാം. അതിൻ്റെ മേലെയാണ് നമ്മളെ സോസ് പാന് വെച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പകുതി മാവ് ആദ്യം ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണേ. പകുതി ആട്ടോ ഒഴിക്കേണ്ടിയ. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, സൈഡിലേക്കൊക്കെ ഒന്ന്. അത് ഞാൻ പൊഴിച്ച് ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്നൊന്ന് സെറ്റായി വന്നോട്ടെ. ചെറുതായിട്ടൊന്ന് വെന്ത് ബബിൾസൊക്കെ വന്ന് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മളെ മിക്സ് ഇട്ട് കൊടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്നൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കൂട്ടില്ലേ, അത് ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മളെ മിക്സ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴികെ ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ടുണ്ട്. അത് നമുക്ക് മേലെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ റെസിപ്പി ഇല്ലേ, ഈ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്താക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ ചിക്കൻ ഷവർമ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള മാവില്ലേ, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുമ്പ് ഈ സൈഡില്ലേ, നമ്മൾ സൈഡ് ഭാഗത്ത് നിങ്ങൾ മസാല അല്ലാതെ നോക്കണേ, നല്ലൊരു കേക്ക് പോലെ നമുക്ക് കിട്ടുള്ളൂ.
അപ്പം ഇനി നമുക്ക് സൈഡിൽ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഞാൻ നേരത്തെ മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ അതിൻ്റെ മേലെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിടുന്നതായിരിക്കും നന്നാകും. അപ്പം എന്നാൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിതാ ഞാനൊരു 3 റിങ് യെല്ലോ, ഏത് നിങ്ങൾക്ക് എടുക്കട്ടെ, ഏത് കളർ, ഞാൻ ഇവിടെ യെല്ലോ കളർ ക്യാപ്സിക്കാണ് എടുത്ത് അതിങ്ങനെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ മേലെ ഞാനൊരു വെയിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 28 മിനിറ്റ് ആയിട്ടോ, 28 അരമണിക്കൂർ അടുത്തായി. നമുക്ക് നോക്കാം അത് വെന്തുണ്ടോന്നേ. കണ്ടിട്ട് വെന്തോന്നൊക്കെ തോന്നുന്നുണ്ട്. സ്റ്റിക്ക് ക്ലിയർ ആണ്. അപ്പോൾ നന്നായി വെന്തുണ്ട്. ഇനി നമുക്കില്ലേ ഈ മോൾ ഭാഗം ഒരു വെള്ള കളറല്ലേ, അപ്പോൾ നമുക്ക് ഈ മോൾ ഭാഗം ഒന്ന് നമുക്കൊരു ഫ്രൈ പാൻ മേലേക്ക് കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് ആ ഭാഗം കൂടെ ഒന്ന് ഇതാക്കിയെടുക്കാം. അതിന് വേണ്ടി നമ്മളൊരു തവയല്ലേ, അത് നോർമൽ തവ നമ്മൾ പത്തിരി ചപ്പാത്തിയൊക്കെ ചൂടുന്നത്, അത് ഇമ്മലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ച് ഇതൊന്ന് നല്ല പൊന്തിച്ചെടുക്കാം കേട്ടോ. കണ്ട നമ്മളെ ഷവർമ കേക്ക് എന്താ റെഡി. ഇനി ഈ അടിഭാഗമില്ല, അത് ഞാൻ പറഞ്ഞത്, ഈ അടിഭാഗം ഞാൻ ഈ ഫ്രൈ പാൻ മേലെ ഇത്തിരി ഒരു ഓയിൽ തടവി കൊടുത്തു. ഇനി പിടിച്ചുകൊണ്ടാന്ന് വിചാരിച്ച് ഇനി ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ തിരിച്ചെടുത്ത് ഇപ്പം ഒന്നുകൂടി നേരത്തെ ആ വെള്ള കളർ മാറിയിട്ട് ഒരു മുരിഞ്ഞോണ്ടുള്ള കളറായി വന്നില്ലേ, ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഈ മുട്ടൻ്റെ ഒരു പച്ചൊരു ബാറ്ററിൻ്റെ ചോയ വരും, അല്ലെങ്കിൽ ആ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് മുട്ടൻ്റെ ചോയ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഷവർമേൻ്റെ ആ ഉള്ളിലത്തെ ആ മിക്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.